നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണം ഏൽപ്പിച്ച ഒരു ആഘാതത്തിൽ നിന്നും ഇന്ത്യൻ മനസ്സുകൾ പതിയെ മോചനം നേടി വരുന്നതേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഒരു സെക്യൂരിറ്റി പോളിസി അല്ലെങ്കിൽ സുരക്ഷാ നയം പുനർവിചിന്തനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറച്ചുകൂടി ജാഗ്രത എങ്ങനെ ഉണ്ടാകാം എന്നതിനെക്കുറിച്ചും ഇന്ത്യയിൽ കൂടുതലായി ഡിബേറ്റുകൾ ഉണ്ടാകുന്നത്. ആദ്യം ഒരു ഞെട്ടലിലാണ്, ഈ വാർത്ത കേൾക്കുന്ന ഉടനെ ഒരു ഞെട്ടലിലാണ്. പിന്നീട് പലപ്പോഴും ഇത് ഒഴിവാക്കാവുന്നതായിരുന്നോ? പ്രത്യേകിച്ച് ഈ ഓവർ ഓപ്റ്റിമിസം, കാശ്മീരിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കാട്ടുന്ന അതീവ ഓപ്റ്റിമിസം, അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതുമാത്രമല്ല, പഹൽഗാമിൽ നിന്നും ഒരു 6 കിലോമീറ്റർ അകലെയുള്ള ബൈസരൺ വാലി, അവിടെയാണ് ഈ ആക്രമണം നടന്നത്. അതിന്റെ സുരക്ഷ നോക്കേണ്ട ഏജൻസികൾ എവിടെയായിരുന്നു? ഭീകരർ കടന്നു വന്നപ്പോൾ ഇത്രയും പേര് ഒത്തുകൂടുന്ന വിനോദസഞ്ചാരികൾ, ട്രെക്കിങ്ങിനായി വരുന്ന ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരം റോഡുകളില്ല. അവിടെ കാനനപാതകളിലൂടെ, മലമ്പാതകളിലൂടെ, ഒരു നല്ല മനോഹരമായ സ്ഥലത്തുകൂടി പഹൽഗാമിൽ നിന്നും ഈ പോണി, ചെറിയ കുതിരകളാണ്, ഈ പോണിയുടെ പുറത്തും അതുപോലെ മറ്റു മാർഗങ്ങൾ നടന്നും ഒക്കെയായി വലിയ പുൽമേടുകളിലേക്ക് വരികയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെയുള്ള രാമക്കൽമേട് പോലെയുള്ള പുൽമേടുകളുണ്ട്. ഈ പുൽമേടുകൾക്ക് ചുറ്റും അത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പുൽമേടുകളാണ്. നല്ല ഒന്നാന്തരം പുൽമേടുകൾ. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ അത് മഞ്ഞ് മൂടിക്കിടക്കും. ഒരു ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആയി കഴിയുമ്പോൾ മഞ്ഞൊക്കെ മാറി ചെറിയ പുല്ല് കിളുത്തു വരും. അവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനും അവിടെ ഉല്ലസിക്കാനും പട്ടം പറത്താനും ഒക്കെ കഴിയും. അവർക്ക് വലിയ രീതിയിലുള്ള സാധ്യതകളാണുള്ളത്. ആയിരക്കണക്കിന് പേരാണ് ആ സ്പോട്ടിൽ തന്നെ വരുന്നത്. ഈ സ്പോട്ടിൽ വേണ്ട സുരക്ഷ ഒരുക്കാൻ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഒമർ അബ്ദുള്ളയുടെ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ പോലീസും, അതിനും ഉപരിയായി സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കാശ്മീരാണെന്ന് ഓർക്കണം. അവിടെ ഇത് ദക്ഷിണ കാശ്മീരാണ്, അനന്തനാഗ് ജില്ലയുടെ പ്രദേശമാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏറെ മാറിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാർഗിൽ നിന്നും ഏറെ മാറി, പാകിസ്ഥാന്റെ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ഏറെ മാറി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ മുൻകാലങ്ങളിലും ആ ഭാഗത്ത് ആക്രമണം നടന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും വൾണറബിൾ ആണ്. കാരണം ചുറ്റുപാടും പൈൻ ഫോറസ്റ്റ് ആണ്. നമുക്ക് ആ ചിത്രങ്ങളിൽ, ടിവിയിലൊക്കെ കണ്ട നിങ്ങൾ ചിത്രങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ പൈൻ ഫോറസ്റ്റുകൾ ചുറ്റു നിൽക്കുകയാണ്. അതിനിടയിൽ ഒളിച്ചിരിക്കാൻ എളുപ്പമാണ്. ഘോരമായ വനങ്ങളാണ്, ഡീപ് ഡെൻസ് പൈൻ ഫോറസ്റ്റ് ആണ്. ആ പൈൻ ഫോറസ്റ്റിലൂടെയാണ് 2-3 ബാച്ചുകളായി വന്ന 6 ഭീകരരാണ് കടന്നു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 പേരെങ്കിലും പാകിസ്ഥാൻ പൗരന്മാരാണ്, പാകിസ്ഥാൻ വംശജരാണ്, പാകിസ്ഥാൻകാർ തന്നെയാണ്. പക്ഷെ അതിൽ 2 പേരുടെ ഐഡന്റിറ്റി ഇന്ത്യൻ, ഒരുപക്ഷെ ഇന്ത്യയിലെ കൊളാബറേറ്റേഴ്സ് ആണോ എന്ന സംശയം ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ പ്രകടിപ്പിക്കുന്നു. അവർ ഈ രണ്ട് പേരുള്ള 3 ബാച്ചുകളായി വന്നു. അവരുടെ കയ്യിൽ AK-47 കലാഷ്നിക്കോവ് റൈഫിൾസ് ഉണ്ടായിരുന്നു. അതീവ പ്രഹരശേഷിയുള്ള റൈഫിളാണ്. പാകിസ്ഥാന്റെ ആർമിയുടെ സഹായത്തോടുകൂടി ഇവർക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങളാണ്. അപ്പൊ ആയുധങ്ങളുമായി അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് കരുതാം. അപ്പൊ ഇവർക്ക് കടന്നു വരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? 1. 2. വൈ ദി ഹാപ്ലെസ് വിക്ടിംസ്? എന്തുകൊണ്ട് നിസ്സഹായരായ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു? അത് വലിയൊരു ചോദ്യമാണ്. ഭീകരരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ടാർഗറ്റ്സ് ടു ഗിവ് എ സിംബോളിക് റെസ്പോൺസ്, പ്രതീകാത്മകമായ ഒരു റെസ്പോൺസ്. എന്തൊക്കെയാണ് പ്രതീകാത്മകത? 1, ഒരു പ്രത്യേക മതത്തിൽ പെടാത്തവരെ തെരഞ്ഞു പിടിച്ചാണ് കൊന്നിരിക്കുന്നത്. 28 പേരാണ് ഇപ്പോൾ ഔപചാരികമായി ഡെത്ത് ടോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ 28 പേരിൽ ആരും തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവരായി ഇല്ല. അവർ ചോദിക്കുന്നു, വെടിവെക്കുന്നതിന് മുൻപ് നേരത്തെ പിടിച്ച് വെടിവെക്കുക മാത്രമായിരുന്നില്ല, അങ്ങനെയും ചെയ്തിട്ടുണ്ടാവാം. കുറച്ചു പേരോടെങ്കിലും ചോദിക്കുന്നു, ആ റിപ്പോർട്ടുകളുണ്ട്, താങ്കൾ ഏത് മതത്തിൽ പെടുന്നയാളാണ് എന്ന് ചോദിച്ചതിന് ശേഷമാണ് വെടിയുതിർക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സിംബോളിക് വാല്യൂ തീർച്ചയായും അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതൊരു സിഗ്നൽ കൊടുക്കുകയാണ്. 2, പൊതുവെ അറ്റ് റാൻഡം വെടിവെച്ചു എങ്കിൽ പോലും വനിതകളെ വെറുതെ വിടുന്ന കാര്യമാണ്. നമുക്ക് പല കേസുകളിലും കൺമുമ്പിൽ വെച്ച് പിതാവിനെയോ അല്ലെങ്കിൽ സഹോദരനെയോ ഭർത്താവിനെയോ കൊല്ലുന്നു. ഭാര്യമാർ അതിന് സാക്ഷി പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീകളെ വെറുതെ വിട്ടിരിക്കുന്നു, പുരുഷന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊന്നിരിക്കുന്നു. 3, ഇത്
യാതൊരു പ്രതിരോധവുമില്ലാത്ത വിനോദസഞ്ചാരികളാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ കാണില്ല, അവർ സംഘടിതരല്ല, അവരൊരുമിച്ച് നിൽക്കില്ല, അവർ ഒരു രീതിയിലും ആക്രമണം പ്രതീക്ഷിക്കുന്ന ഒരിടത്തല്ല. ഇത് മാത്രമല്ല, ഒരു ഒളിസങ്കേതമല്ല, ഇത് തുറന്ന മൈതാനമാണ്. ആ തുറന്ന മൈതാനത്ത് വെച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, കാശ്മീരിന്റെ ടൂറിസം ഇൻഡസ്ട്രി, ആ ടൂറിസം ഇൻഡസ്ട്രി ഇന്ന് കാശ്മീരിന് ഒരു ക്യാഷ് കൗവാണ്. അവിടെ ജനാധിപത്യ പ്രക്രിയ വന്നിരിക്കുന്നു, അവിടെ ക്രമസമാധാനമുണ്ട്. വലിയ തോതിലാണ് ബാച്ചസ് ആൻഡ് ബാച്ചസ് ഓഫ് പീപ്പിൾ ഫ്രം വിതിൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ത്രോങ് ടു കാശ്മീർ. അതിൽ പഹൽഗാം മേഖല എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുക അല്ലെ. വളരെ മനോഹരമായ സ്ഥലം. അവിടെ തന്നെ അവിടെ ഉള്ള ഈ പറയുന്ന വാലി, ആ വാലി വളരെ പ്രധാനപ്പെട്ട ബൈസറൻ വാലി, വളരെ വളരെ പിക്ചറസ്ക് സീനുകളുള്ള വാലിയാണ്. ഇനിയും ഇതുപോലെയുള്ള ഇടത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ ജീവനോട് വെച്ചേക്കില്ല എന്ന് പാക് തീവ്രവാദികൾ നമ്മുടെ ഇന്ത്യക്കാരായ സഞ്ചാരികളോട് പറയുന്നതിന് തുല്യമായിട്ട് വേണം ഇതിനെ കരുതാൻ. അപ്പോൾ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു. അതൊരു സിംബോളിക് ഒരു കാര്യമാണ്. കാരണം ഇത് അവർക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവരാരും തന്നെ കാശ്മീരുകളല്ല, മരിച്ച ആരും തന്നെ ലോക്കൽസായ 2-3 പേര് മരിച്ചതായി വിവരങ്ങളുണ്ട്. പക്ഷേ അവർ ക്രോസ് ഫയറിൽ മരിച്ചതാകണം. പക്ഷെ തെരഞ്ഞുപിടിച്ച് കാശ്മീരിന്റെ പുറത്തു നിന്നുള്ളവരെ കൊല്ലുന്നൊരു കാഴ്ച. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഈ പറയുന്ന കാശ്മീരിന്റെ ഈ ദൗത്യം ചെയ്ത ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ലഷ്കർ ഇ തോയ്ബയുടെ അസോസിയേറ്റ്, അതിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കസൂരി, സൈഫുള്ള കസൂരി പല ആവർത്തി ട്രെയിനിങ് ക്യാമ്പുകൾ പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ ക്യാമ്പുകൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണത്? കാശ്മീരിന്റെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുന്നു. വലിയ എണ്ണമാണ്, 85,000-ഓളം പേര്, കാശ്മീരികളല്ലാത്ത 85,000-ഓളം പേര്, അവർ നമ്പറും പറയുന്നു, അത്രത്തോളം പേര് കഴിഞ്ഞ വർഷങ്ങളിൽ കാശ്മീരിലേക്ക് കടന്നു കയറി, ഉല്ലാസയാത്രക്കാണ് എന്ന വ്യാജേന കടന്നു കയറി അവിടെ താമസമുറപ്പിക്കുകയും അവിടെ പ്രദേശവാസികളായി മാറുകയും ചെയ്തുകൊണ്ട് ആത്യന്തികമായി കാശ്മീരികൾ അല്ലാത്തവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കും എന്ന ഒരു ഫോൾസ് നറേറ്റീവ് അദ്ദേഹം കൊടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിലെ സാധാരണക്കാർ, അവിടുത്തെ നിവാസികളെ കുറെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യത. അല്ല, ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങളുടെ പ്രദേശം, ഞങ്ങളുടെ പുറത്തു നിന്ന് ഞങ്ങളുടെ ഉള്ളിലുള്ളവരല്ല, പുറത്തു നിന്ന് വന്നവർ കയ്യേറുന്നു, സ്പെഷ്യൽ സ്റ്റേറ്റസ് പോയി, ആർട്ടിക്കിൾ 370 പോയി. അങ്ങനെയെങ്കിൽ തീവ്രവാദികൾ പറയുന്നത് ആവണം ശരി എന്ന് മനസ്സാടിപ്പോകുന്ന കുറച്ച് കാശ്മീരികളെങ്കിലും ഉണ്ടാകണം. അപ്പൊ ഇതൊരു സിംബോളിക് ഒരു കാര്യമാണ്. ഈ ടാർഗറ്റഡ് അറ്റാക്ക് എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളെ തന്നെ തിരഞ്ഞുപിടിക്കാൻ കാരണം, ഒന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, രാജ്യമാസകലം ചലനം ഉണ്ടാകും. ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരാളുള്ള, പിന്നെ ഒരു എറണാകുളം സ്വദേശി ഉണ്ട്, അപ്പം അദ്ദേഹം മരിച്ചു. അപ്പം ഇതെല്ലാം തന്നെ കാട്ടുന്നത് എല്ലാ സംസ്ഥാനത്തും പ്രതിഷേധം ഉയരും, ഇന്ത്യൻ ഗവൺമെന്റിന് നേരെ ചോദ്യചിഹ്നങ്ങൾ ഉയരും. ഇന്ത്യയുടെ വിഖ്യാതമായ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹത്തിന്റെ എബിലിറ്റി, ഒരു ക്രൈസിസ് മാനേജർ എന്നുള്ള നിലയിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. ശക്തനായ പ്രധാനമന്ത്രിയായി മോദി 56 ഇഞ്ച് നെഞ്ചുമായി നിൽക്കുമ്പോൾ മോദിയുടെ ശക്തിയെ പോലും, അപ്പോൾ ഗോ ടെൽ മോദി എന്നാണ് ഒരു വെടിവെച്ചിട്ട ഒരു ആളിന്റെ ഭാര്യയോട് പറയുന്നത്. ഗോ ടെൽ മോദി, ഞങ്ങളെ സഹായിക്കൂ എന്ന് നിലവിളിക്കുമ്പോൾ ഗോ ടെൽ മോദി എന്നാണ്, മോദിയോട് പോയി പറയൂ എന്ന് ആക്രോശിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയോടുള്ള ഒരു വിയോജിപ്പ്, ഇന്ത്യയുടെ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ്, ഇന്ത്യയുടെ വ്യവസ്ഥയോടുള്ള വിയോജിപ്പ്, ഇതെല്ലാം തന്നെ അതിനകത്ത് അന്തർലീനമാണ്. ഇതും സിംബോളിക്കായ കാര്യമാണ്. പക്ഷെ ഇതിനേക്കാൾ സിംബോളിക്കായിട്ടുള്ളത് സമയക്രമമാണ്. ആ സമയം നോക്കൂ. JD വാൻസ് ഇന്ത്യയിലുള്ള സമയം, അമേരിക്കൻ ഉപരാഷ്ട്രപതി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗൾഫിൽ, അതായത് സൗദി അറേബ്യയിൽ കാശ്മീർ വിഷയത്തിൽ സൗദി അറേബ്യ എടുത്ത നിലപാട് ഇന്ത്യ അനുകൂലമാണ്, പാകിസ്ഥാൻ അനുകൂലമല്ല എന്ന് ഓർക്കണം. അത് ഒട്ടൊന്നുമല്ല പാകിസ്ഥാൻ സൈന്യത്തെയും ISIയെയും ഭീകരവാദികളെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സിംബോളിക് വാല്യൂള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, എക്കാലത്തും ഈ സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഭീകരരുടെ ഒരു ഇഷ്ട ഇടമാണ്. സോഫ്റ്റ് ടാർഗറ്റ്, മുംബൈ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ സോഫ്റ്റ് സിംബോളിക് ടാർഗറ്റ്സ് എന്താണ്? ഈ താജ് ഹോട്ടൽ, ടാറ്റയുടെ താജ് ഹോട്ടൽ, ലോകത്തെമ്പാടുമുള്ള ആളുകൾ വരികയാണ്, അമേരിക്കൻ, ജർമ്മൻ, ഫ്രഞ്ച്, എല്ലാവരും. അപ്പൊ ലോകത്തോട് നൽകുന്ന ഇതാണ്, ഇന്ത്യ സുരക്ഷിതമായ ഇടമല്ല, ഞങ്ങൾ ആക്രമിക്കും, ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് തടഞ്ഞു നിർത്താനാവില്ല. ആ സിംബോളിക് കാര്യമാണ്. അതുപോലെ തന്നെ വിക്ടോറിയ ടെർമിനസ്, അത് നെർവ് സെന്റർ ഓഫ്
മൊബിലിറ്റിയാണ്, മൊബിലിറ്റി ഹബ്ബാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഇടമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പണിത റെയിൽവേ സ്റ്റേഷനായ വിക്ടോറിയ ടെർമിനസ്. അതുപോലെ നരിമാൻ ഹൗസ്, ജൂതവിരോധമാണല്ലോ തീവ്രവാദികളെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ജൂതന്മാർക്ക് പ്രത്യേക താല്പര്യമുള്ള ഇടമാണ് നരിമാൻ ഹൗസ്, ബോംബെയിലെ നരിമാൻ ഹൗസ്. അതുപോലെ ഓഹരി വിപണി, ഇന്ത്യയുടെ സാമ്പത്തിക ശൃംഖലയുടെ വലിയ ഒരു കണ്ണിയായ ഓഹരി വിപണിയുടെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം, ദലാൽ സ്ട്രീറ്റ്. ആ പ്രദേശത്ത് ആക്രമണം ഉണ്ടായി എന്ന് വേണ്ട. ഇന്ത്യയുടെ ആ ബോംബെ നഗരത്തിന്റെ ഏറ്റവും സെലക്ട് ഭാഗങ്ങളാണ്. അപ്പൊ അവിടെ ആക്രമണം ഉണ്ടായിരിക്കും, സോഫ്റ്റ് ടാർഗറ്റ്സ്. ഡൽഹി ആക്രമണ സമയത്തും പിന്നെ മറ്റു പലയിടത്തും സോഫ്റ്റ് ടാർഗറ്റ്, പാർലമെന്റ് ആക്രമണ സമയത്ത് സോഫ്റ്റ് ടാർഗറ്റ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയുടെ അതൊരു സിംബോളിക് ടാർഗറ്റ് ആണ്. സോഫ്റ്റ് എന്ന് പറയാനാവില്ല, സിംബോളിക് ആണ്. അപ്പൊ സിംബോളിക്, പ്രതീകാത്മകവും സോഫ്റ്റുമായ മൃദു ലക്ഷ്യങ്ങൾ അതാണ്. അപ്പൊ സൈന്യത്തെ ആക്രമിക്കുന്നതും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ആക്രമിക്കുന്നതും അതിർത്തി സുരക്ഷാ പോയിന്റുകൾ ആക്രമിക്കുന്നതും സൈനികമായ ആക്രമണമായി കണക്കാക്കാം. പക്ഷേ സാധാരണക്കാരെ ആക്രമിക്കുന്നതിലൂടെ, പ്രത്യേക സമയക്രമം തീരുമാനിച്ച് ആക്രമിക്കുന്നതിലൂടെ ആക്രമണകാരികൾ വലിയൊരു സന്ദേശം നൽകുകയാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾ ഉയർത്തുന്ന കാശ്മീർ വിഷയം അത് പരിഹരിക്കാതെ ഈ ആക്രമണ പരമ്പര അവസാനിക്കുന്നില്ല. അവര് ദൗർബല്യത്തിൽ നിന്നുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അതോർക്കണം, ശക്തിയിൽ നിന്നുകൊണ്ടല്ല. ഇന്ത്യ അതിശക്തമായി മുന്നേറുന്നു. പാകിസ്ഥാൻ സർവത്ര കുഴപ്പത്തിലാണ്. ബലൂചിസ്ഥാനിൽ കുഴപ്പമാണ്. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ഖൈബർ പഖ്തൂൺഖായിൽ വലിയ പ്രശ്നമാണ്. പാക് സൈന്യത്തിനെതിരെ തിരിയുന്നു. അതുപോലെ ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ വലിയ പോരാട്ടമാണ് നടത്തുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റ് വന്നു എന്ന് ആശ്വസിക്കുമ്പോഴും അവിടെയും ഇന്ത്യൻ ഏജൻസികൾ അവിടുത്തെ സൈനിക തലവനെ ഉൾപ്പെടെ ഇന്ത്യ സുഹൃത്തായി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ ഏത് വിധേനയും ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അതേപോലെ തന്നെ സിംബോളിക്കലി, പ്രതീകാത്മകമായി കുറെ ഉത്തരങ്ങൾ പറയുക. ഇതെല്ലാമാണ് തീവ്രവാദികൾ ചെയ്തത്. നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചു ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല, വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഓരോ വീഴ്ചയും ഇനിയുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള പാഠമായി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയും വിനോദസഞ്ചാരികൾ വരുന്ന ഇടത്തെ സെക്യൂരിറ്റി ബീഫപ്പ് ചെയ്തില്ല? ഈ ചോദ്യം നാളുകളിൽ മുഴുകി കേൾക്കും. ഭരണകൂടം ഉത്തരം പറയേണ്ടതാണ്. നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. കാരണം പൊലിഞ്ഞിരിക്കുന്ന 28 ജീവനാണ്. ചിലപ്പോൾ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായേക്കാം. ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് കൂടുതൽ പേര് ഒരുപക്ഷെ ആ ഡെത്ത് ടോൾ ഒരുപക്ഷെ ഉയർന്നേക്കാം. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ വേണ്ട ജാഗ്രത, തിരിച്ചടി എന്നത് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ സുരക്ഷാ ജാഗ്രത ഉണ്ടാകണം. കാശ്മീർ കൈവിട്ടു പോകരുത്. നല്ല ട്രാക്കിലേക്ക് വരുന്ന കാശ്മീർ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകണം. ഈ തീവ്രവാദ ആക്രമണം, അതിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ, കറുത്ത ഓർമ്മകൾ പിന്നിലാക്കി രാജ്യം ശക്തമായി മുന്നോട്ട് പോകണം. എങ്കിൽ നമ്മുടെ രാജ്യത്തിന് ജനങ്ങൾക്ക് സുരക്ഷ നൽകാനാവുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടാകണം. അതിനുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ.